രണ്ട് അലവലാതെ അൽക്കുലത്തി ചെറ്റകളെ അന്തസ്സും ആഭിജാത്തുള്ള തറവാട്ടി വലിച്ചു കയറ്റിയതിന് 50,000 രൂപ എന്നാൽ അധികമാവോ? ബ്രോക്കർ ചാർജിൽ ബാർഗൈനിങ് ഇല്ല. ഞാൻ 3 എണ്ണം അതിനു മുമ്പ് എസ് ഓർണോ എന്ന് എനിക്കറിയണം. 1 2 3. ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് തറവാട്ടി വെച്ച് കാണാം. രണ്ടുപേരും പെട്ടി പാക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ പറയണ്ട. തനിക്ക് പെട്ടിയില്ലേ? അതല്ല, എന്നോട് അല്പം കാരുണ്യം കാണിച്ചൂടെ? കാരുണ്യവും കാലിത്തീറ്റയും കാളച്ചന്തല്. ഇവിടെ കൊളവള സംസാരിക്കരുത്. യെസ് ഓർ നോ? ഞാൻ യെസ്. ആ, നാളെ കാലത്ത് കൃത്യം 9 മണിക്ക് താൻ കാശ് എന്നെ ഏൽപ്പിച്ചിരിക്കണം. 9 മണിക്ക് ബാങ്ക് തുറക്കണ്ടേ? ബാങ്ക് തുറക്കണ്ട, താൻ പാൽ ബാങ്ക് തുറന്നാ മതി. അല്ല, ഞാൻ അവിടെ കുറച്ച്. ശരി, എല്ലാ ബാങ്കുകളും തുറന്ന് താൻ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി കാശ് എന്നെ ഏൽപ്പിച്ചിരിക്കണം. പൊയ്ക്കോളൂ. അതെ, അവൻ അറിയണ്ട. കാശിൽ എന്തെങ്കിലും എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് കുറച്ചിട്ട്. താൻ ഒരുമാതിരി പന്ന പാൽക്കാരന്റെ സ്വഭാവം കാണിക്കരുത് കേട്ടോ. ഓടോ. അല്ല, ഞാൻ മറ്റേ ഒരു ഞമ്മില്ല. പോ. ഹലോ, തന്റെ തീരുമാനം? എന്റെ കാശ് അച്ഛൻ തരും. അച്ഛനാ? അതെ, എന്റെ അച്ഛൻ മണ്ണൂർ മാധവ മേനോൻ. എനിക്ക് ഫീസ് വേണ്ടായേ. എന്റെ പെണ്ണിനെ തട്ടിയെടുത്തിട്ട് നീ എന്നെ വരട്ടുന്നോടാ എമ്പോക്കി? സൂക്ഷിച്ച് സംസാരിക്കണം. എന്തിന്? ഓർമ്മയില്ലേ? എന്താ? എന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ മണ്ണൂര് മാധവ മേനോൻ. പട്ടി, നിന്റെ കിളിക്ക് ഞാൻ 2 പെഗ് ചെലുത്തി കൊടുത്തപ്പോ അവൻ കിളി പറയും പോലെ മണിമണിയായിട്ട് സത്യം പറഞ്ഞു. നീ തന്തയ്ക്ക് പറഞ്ഞ മകനല്ലെന്നും മകന് പറഞ്ഞ തന്തയാണെന്നും. 2 in 1. എല്ലാം അറിഞ്ഞല്ലേ? അറിഞ്ഞടാ, അറിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയി. നീചനും ചതിനുമായി നിനക്കിനി അവധിയില്ല. എന്റെ പണം ഇന്ന്, ഇപ്പോ, ഈ നിമിഷം കിട്ടണം. ഈ നിമിഷം കിട്ടണമെന്നൊക്കെ പറഞ്ഞ ഞാൻ എവിടെ പോവാനാ? കാക്കി കൊടുത്തോണ്ട് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയില്ല. ഒരാഴ്ചത്തെ അവധി എന്നാൽ എങ്ങനെയെങ്കിലും ഞാൻ കാശെത്തിക്കാം. വീട്ടിൽ പറയരുത്. മാനുഷിക പരിഗണന വെച്ച് നിനക്ക് ഞാൻ ഒരാഴ്ചത്തെ അവധി തരുന്നു. ഈ ഒരാഴ്ചക്കകം എനിക്ക് എന്റെ പണം കിട്ടിയില്ലെങ്കിൽ നിന്റെ കുടുംബത്ത് വന്ന് കുടിവെള്ളത്തിൽ ഞാൻ വിഷം കലക്കും. ഓർമ്മയിലിരിക്കട്ടെ. ഓ, ദൈവമേ കാത്തുകൊള്ളണമേ. ഞാൻ റെഡി. ഞാൻ മമ്മിയോട് ഒരു 2 വീലറിന്റെ കാര്യം സൂചിപ്പിച്ചു. അപ്പൊ മമ്മി പറയാ കുറച്ചുകൂടി ഫൈനാൻസ് ഇട്ട് ഒരു 4 വീലർ വാങ്ങിച്ചുകൂടെന്ന്. 4 വീലർ ഓടിക്കുമല്ലോ. കൊള്ളാം. 4 വീലറിലല്ലേ എന്റെ ജീവിതം തന്നെ. മനസ്സിലായില്ല? നിന്റെ ഒരു ഇന്നസെൻസി. ഈ 4 വീലർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 പില്ലർ. 4 പില്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 തൂണുകൾ. 4 തൂണിന്റെ പുറത്താണ് മുനിസിപ്പൽ ഓഫീസ് ഇരിക്കുന്നത്. അതിന്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ആരാണ്? അതിന്റെ ഓഫീസർ. ലേശം കൺഫ്യൂഷൻ ഉണ്ടല്ലേ? ഒന്നുകൂടെ പറയാം. ഈ 4 വീലർ എന്ന് പറഞ്ഞാൽ 4 പില്ലർ. മതി, സമയം എത്രയും നോക്കൂ. അയ്യോ, എന്താ? അല്ല, ഒരുപാട് ടൈമായി. വാ പോവാ. വരട്ടെ. മമ്മി പോയിട്ട് വരാം. മുത്തശ്ശ ബൈ. ഈ തറവാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഉദ്യോഗത്തിന് പോകുന്നത്. ഇനി എന്തും സംഭവിക്കാം. മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വാ മോനെ. എന്തൊരു എളിമ, ഗുരുത്വമുള്ളവനാ. ആഫീസറായാൽ ഇങ്ങനെ വേണം. എന്താ ഇത്ര വൈകിയത്? ഇന്ന് ഭയങ്കര ഓട്ടോ ആയിരുന്നു. അതെ, രാജേട്ടന്റെ അമ്മ വന്നിരുന്നു. അമ്മ? ആ, അയ്യോ, പ്രേതായിട്ടോ? ജീവിച്ചിരിക്കുന്ന ആളെങ്ങനെയാ പ്രേതായിട്ട് വരിക? ഓ, അമ്മ, എന്റെ അമ്മ. അമ്മ എന്തിനാ വന്നേ? കാശിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത്രേ. എന്നിട്ട് നീ കാശ് വല്ലതും കൊടുത്താ? ഇല്ല, എന്റെ കയ്യിൽ എവിടുന്ന കാശ്? ആശ്വാസമായി. പക്ഷെ കഷ്ടപ്പാട് പറഞ്ഞപ്പോ ഞാൻ എന്റെ 2 വള ഊരിക്കൊടുത്തു. ഈശ്വരാ, തള്ള ചതിച്ചല്ലോ. അതെ, ഞാൻ തന്നെയാണ് തള്ളയെ വിട്ടത് ഇത് ഊരി വാങ്ങിക്കാൻ. മനുഷ്യനെ ഒരുമാതിരി കാളയാക്കി കറക്കരുത് കേട്ടോ. താൻ 12 മണിക്കുള്ളിൽ കാശെത്തിക്കുന്നില്ലേ പറഞ്ഞത്? ഒത്തില്ല. ഞാൻ ഒപ്പിച്ചു. തൂക്കി നോക്കി 4 പവനുണ്ട്. ബോംബെ മാർക്കറ്റിൽ 1 പവന് 3800 രൂപ വെച്ച് കിട്ടും. സാരമില്ല, ബാക്കി തുകയ്ക്ക് ഞാൻ തള്ളയെ ഒന്നുകൂടി വിട്ടോളാം മാല ഊരി വാങ്ങിക്കാൻ. അങ്ങനെ അടിക്കടി അയച്ചോളാം എന്റെ 50,000 തികയുന്നവരെ. അതൊന്നും വേണ്ട, ഞാൻ എങ്ങനെയും തന്നോളാം. പോണ്ടാറടങ്ങാനായിട്ട്. പണ്ടാരോ? പണ്ടാരപ്പെട്ടി പൊട്ടിച്ചാലും ഞാൻ എങ്ങനെയെങ്കിലും തന്നാ. നിന്റെ പണ്ടാരം പൊട്ടിയാലും എനിക്ക് എന്റെ രൂപ കിട്ടണം. 50,000 രൂപ. ഓക്കെ?
ഓടെ വീണതാ. അങ്ങനെ മഹത്തായ 3-ാം ദിവസവും പിന്നിട്ടു. ആശാന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് വിഷമം തോന്നുന്നു. ഒരു കാര്യം ചെയ്, വിഷമം തോന്നുന്നുണ്ടെങ്കിൽ താൻ കുറച്ച് വിഷം വാങ്ങിച്ച് എന്റെ വായിലോട്ട് ഒഴിച്ചാ ഞാൻ കുടിച്ചോളാം. ആശാനെ, ആശാൻ നീ മിണ്ടരുത്. കള്ളും കുടിച്ചുള്ളതെല്ലാം വിളിച്ചു കൂവിയിട്ട് 50,000 രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്നോട് ക്ഷമിക്കണം ആശാനെ. ഇതിനെനിക്ക് പ്രായച്ചിത്തം ചെയ്യണം. പ്രായച്ചിത്തോ? അതെ, പറഞ്ഞ അവധിക്ക് നമുക്ക് 50,000 രൂപ കൊടുക്കാം. എങ്ങനെ? വഴിയുണ്ട്. വീണ്ടും നീ എന്നെ പെരുവഴിയിലാക്കും. അതെ മോനെ, ദൈവം കടന്നു ചെല്ലാൻ മടിക്കുന്നിടത്താണല്ലോ പിശാചുക്കൾ ഇടിച്ചു കയറുന്നത്. ഇതാര് എപ്പോ ഒന്ന് കാത്തിരിക്കുകയായിരുന്നു. ചിറ്റപ്പൻ വേറൊരപ്പ അകത്തിരിപ്പുണ്ട്. അതേതപ്പൻ? സ്വന്തം അപ്പൻ പങ്കുണ്ണിനായര്. അല്ല, എന്താ? എന്റെ സ്വന്തം അപ്പം വന്നിരിക്കുന്നു. നല്ല ഫലിതം ഉള്ളത് പറയാലോ. ഉച്ചൂടെ അങ്ങോട്ട് കഴിഞ്ഞ 4 കൂട്ടി മുറുക്കുക എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യം. മോർണിംഗ് എത്തി, മോർണിംഗ് എത്തി. ഉച്ചയോടെ ആവുമ്പോ ആളിങ് എത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? വന്നപ്പോ മുതൽ തുടങ്ങിയതാ ഈ കരച്ചിലും പിടിച്ചിലും. മോനെ, നീണ്ട 10 വർഷങ്ങൾ കഴിഞ്ഞില്ലടാ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. മോനെ, അമർത്തല്ലേ മോനോട് ഈ അച്ഛന് ഒരു വിരോധമില്ല. കണ്ടിട്ടില്ലടാ പന്നി. വേദനയുണ്ടോ? എനിക്കും അച്ഛൻ പണങ്ങിയതിൽ എന്നോട് പൊറുക്കണം. ആശ്വാസായി. അത് കണ്ടുമുട്ടിയല്ലോ. ഉള്ളത് പറയാലോ, ഭയങ്കര വികൃതിക്കാരനാ. ചെറുപ്പത്തില് ഞാൻ എന്തോ വഴക്ക് പറഞ്ഞതിന് ഇവൻ ചെയ്തെന്താന്ന് അറിയാമോ? തൊഴുത്ത് കിടക്കുന്ന ജേസി പശുവിനെ, അതും 24 ലിറ്റർ പാല് കിട്ടുന്ന ജേസി പശുവിനെ അഴിച്ചോണ്ട് സ്ഥലം വിട്ടുവൻ. പശു എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു അച്ഛാ. പക്ഷേ അച്ഛനതിൽ അഭിമാനമുണ്ട്. എന്റെ മോൻ പാലായി പോയിട്ടില്ല, വലിയൊരു പാൽക്കാരനായില്ലേ. കാലത്ത് ഓഫീസിലേക്ക് പുറപ്പെട്ടപ്പോഴാണ് വിരുന്നുകാരെയൊക്കെ കണ്ടത്. എന്നാ പിന്നെ ലീവ് എടുക്കാന്ന് വെച്ചു. ഒരു കോ ബ്രദർ എന്ന നിലയിൽ അച്ഛനും കൊച്ചച്ഛനും വരുമ്പോൾ എന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണല്ലോ. ഉള്ളത് പറയാലോ, എന്റെ മോനേക്കാൾ എന്തുകൊണ്ടും മിടുക്കൻ മൂത്തവളെ കെട്ടിയ ഇവനാ. ഇവിടെ നോക്ക, എന്തൊരു വിനയം, എന്തൊരു സ്നേഹം, എന്തൊരു അച്ചടക്കം. എന്നാലോ വലിയൊരു ഓഫീസറാണ് എന്നുള്ള യാതൊരു ഭാവവും ഇല്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഈ കുടിവെള്ളക്കാര് കുടിക്കാൻ അല്പം വെള്ളം വേണമായിരുന്നു. എന്ത് വെള്ളമാണ് വേണ്ടത്? ഐസ് വെള്ളം വേണോ, സംഭാരം വേണോ, കാപ്പി വേണോ, ചായ വേണോ, എന്താന്ന് വെച്ചാ പറ. എന്തായാലും കുഴപ്പമില്ല, കൊടുത്തു വിടാ. അച്ഛാ, 10 വർഷത്തിന് ശേഷം അച്ഛനും മകനും തമ്മിൽ കാണുന്നതല്ലേ, അവർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും. നമുക്ക് അപ്പുറത്തേക്ക് ഇരിക്കാം. ശരിയാ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങൾ അപ്പുറത്തോട്ടിരിക്കാം. ഓം നമ ശിവായ. അച്ഛൻ വന്നാട്ടെ, വാ. എന്താ ഉദ്ദേശം? 60,000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടും. 60? അതേടോ, സതീന്ദ്രനുള്ള 50,000, 10 വാടക, അങ്ങനെ 60,000. അപ്പൊ എന്റെ കമ്മീഷനാ? അതിനല്ലേ നിന്റെ അപ്പനെ വിടറോ? സോറി, അത് ഞാൻ മറന്നു പോയതാ. അപ്പോ ഇവന്റെ ഈ ചെറ്റന്റെ 10ഉം ചേർത്ത് 70,000 രൂപ മണി പോലെ ഇവിടെ എണ്ണി വെച്ചിട്ടില്ലെങ്കിൽ ഞാനിത് മാനാഞ്ചിറ കൊളാക്കും. അങ്ങനെയൊന്നും വേണ്ട. ഞാൻ എങ്ങനെ 70,000 രൂപ തരേണ്ടത്? ഞാൻ പറഞ്ഞു തരാം മോനെ, ഞാൻ പറഞ്ഞു തരടാ. പിന്നെ ഈ 500 നോട്ട് ഇങ്ങനെ അടക്കി വെച്ചാ മതി. കുറച്ച് 100 കൂടെ ആയിക്കോട്ടെ, ഇത്തിരി അത്യാവശ്യമുണ്ട്. 100 ഓടാ, 500 ആയിട്ട് തന്നാ മതി. ആയിക്കോട്ടെ, രണ്ടുപേരും വഴക്കണ്ട. 500 100 കൂട്ടി
അച്ഛൻ എപ്പോഴും വസ്ത്രധാരണത്തിൽ നല്ല ശ്രദ്ധ തന്നെ. അയ്യോ ഇതെന്താ ബോട്ടിന്റെ സ്റ്റിയറിംഗോ കഴുത്തി? ബോട്ടിലല്ല മോനെ, കപ്പലിന്റെ അച്ഛൻ എന്റെ മോളെ നല്ല ഈശ്വരുള്ള മോളും. എടാ ഈ മോളെ കാണുമ്പോഴേ നമ്മളെ പുള്ളിപ്പശുല്ലേ പാറക്കുട്ടി, ഏത് പുള്ളി പശു? എടാ കൂട്ടി ചത്തു പോയില്ലേ, എനിക്ക് അതിന് ഓർമ്മ വരുന്നേ അതേ ഫേസ് കട്ട്. അടപ്രഥമൻ അച്ഛന് വലിയ ഇഷ്ടാത്രേ, മമ്മി ഉണ്ടാക്കണ്ട്. നിനക്കത് ഇഷ്ടാവില്ല എന്നുള്ളത് എനിക്കറിയടാ മോളെ. എന്താന്നറിയോ, എനിക്ക് ഒരു ഇത്തിരി ഷുഗർ കംപ്ലൈന്റ് ഉണ്ട്. അടപ്രഥമം കഴിച്ചാൽ അത് ജാസ്തി ആവുന്ന അവന്റെ വിചാരം. ഒരു കാര്യം പറയാ, ഇവന്റെ തള്ളക്ക് ഇവനും എന്റെ ഭക്ഷണ കാര്യത്തിൽ വളരെ ശ്രദ്ധയാണ്. ഡാഡിക്കും മമ്മിക്കും വലിയ സന്തോഷായി. രാജേട്ടനെ കാണാൻ പിണക്കം മറന്ന് അച്ഛൻ വന്നല്ലോ. ഈശ്വര, പിണക്കം മാറി അച്ഛൻ വരണേന്ന് ഞാൻ ഗുരുവായൂരപ്പന് നേർന്നിരുന്നു. എന്താ ഒരു വിഷമം പോലെ? ഏയ് ഒന്നുമില്ല. ഏ അച്ഛനൊന്ന് വാ അങ്ങട്. ഓ 70. 70? അത് പിന്നെ നേരത്തെ അടുത്ത കന്നിയില് അച്ഛന് 70 വയസ്സ് തികയുമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അടുത്ത കന്നി വരെ പിടിച്ചു നിക്കണം. പ്രാഗല്ലേ മോനെ. ചിറ്റപ്പന് വാ, ചിറ്റപ്പന് വാ. നമുക്ക് പ്രഥമൻ കഴിക്കാം, പ്രഥമൻ.